മുഖ്യമന്ത്രി സാറ് അറിയുന്നതിനാണ് ഞാനിതിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഞാൻ പറയുന്നത് സാറിനോട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു 2 പരാതിയുണ്ട് പറയാനായിട്ട്. എനിക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാറിനെ നേരിട്ട് വന്ന് കാണാൻ പറ്റില്ല, എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിൽ കൂടെ ഞാൻ സാറിനോട് പരാതി പറയുന്നത്. സാറ് കാണും കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കവറിനെ കുറിച്ചാണ്. അപ്പോൾ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ അടുത്ത് വേസ്റ്റ് എടുക്കുന്ന ഒരു ചേച്ചി വന്നായിരുന്നു. വന്നിട്ട് പറഞ്ഞു ക്യാഷ് കൊടുക്കാൻ പറഞ്ഞു, വേസ്റ്റ് കവറ് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കവർ ഇല്ല ചേച്ചി, എനിക്ക് ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പാല് അങ്ങനെയൊന്നും വാങ്ങിക്കാറുമില്ല. പിന്നെ എന്തെങ്കിലും സാധനം ഉള്ളത് നമ്മൾ ആ കവറോട് കൂടി തന്നെയാണ് കസ്റ്റമറിന് ആയിരുന്നാലും കൊടുത്തു വിടുന്നത്. അപ്പം പറഞ്ഞപ്പോഴത്തേക്ക് പറയാണ് അല്ല തന്നാൽ പ്ലാസ്റ്റിക് കവർ തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ 200 രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ട് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതെന്തോന്നാണ് ചേച്ചി അങ്ങനെ പറയുന്നത്, ഇപ്പം പ്ലാസ്റ്റിക് കവർ ഉള്ളവരുടെ നിന്ന് മേടിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ഇതാണ് ചേച്ചി, അതെന്ത് ന്യായമാണ്. അപ്പോൾ അത് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ ഓഫീസിൽ നിന്ന് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് സാർമാർ ഞങ്ങൾ പറഞ്ഞ് അയക്കുന്നത് ഇങ്ങനെ നിർബന്ധമായിട്ട് വാങ്ങിച്ചിരിക്കണം, തന്നാലും തന്നില്ലെങ്കിൽ 200 രൂപ വെച്ച് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വീടുകളിലും 100 രൂപ വെച്ച് വേസ്റ്റ് കവറിന് കൊടുക്കണം. അപ്പം വീടുകളിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ പാലൊന്നും അധികം നമ്മൾ വാങ്ങിക്കാറില്ല, അങ്ങനെ കട്ടൻ കാപ്പിയോ അങ്ങനെ കട്ടൻ തേയിലയൊക്കെയാണ് ഞങ്ങൾ കുടിക്കാറുള്ളത്. അപ്പോൾ എന്നെപ്പോലെ അതുമാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല സാർ, എനിക്ക് വേണ്ടി ഒത്തിരി പേര് കുറേ പേര് എന്നോടും വന്ന് പറയാറുണ്ട്, അയൽവക്കക്കാരായിരുന്നാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ള അപ്പുറത്തെ വീട്ടിലായാലും സംസാരിക്കുന്നത്, അവർ നിർബന്ധമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാനും കേട്ടായിരുന്നു. പിന്നെ അവരും കുറേ കംപ്ലൈൻറ്റ് എന്നോടും കുറേ അയൽവക്കക്കാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങനെ പൈസ തരുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് സാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ് സാർ, ഇത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ വന്ന ഒരു നിയമമാണ്, നിയമം വന്നതാണ് ഈ വേസ്റ്റിനെ കുറിച്ച്. സാധാരണ ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ വിദേശങ്ങളിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഗവൺമെൻറ്റാണ് ഇങ്ങനെ ഓരോ 10 വീടനുസരിച്ച് ഓരോ വേസ്റ്റ് ഇത് കൊണ്ടുവച്ച് കൊടുക്കുന്നത്, ബോക്സ് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ഒരു 10 വീടനുസരിച്ച് വിട്ട് ബോക്സ് കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അതിലെല്ലാവരും കൊണ്ട് വേസ്റ്റൊക്കെ ഇടുക ചെയ്യുന്നത്. അപ്പോൾ അത് കോർപ്പറേഷൻകാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു, ആ ഗവൺമെൻറ്റുകാരാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. എല്ലാ സ്ഥലത്തും വിദേശങ്ങളിലായിക്കോട്ടെ, ഇപ്പോൾ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ്, ചെന്നൈയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇപ്പം കഴിഞ്ഞ പിണറായി സർക്കാർ ചെയ്തു വെച്ചതാണിത്. അപ്പോൾ ഇത് മനുഷ്യരിൽ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത്, നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം ഇത് മാറ്റണം സാർ. ഞങ്ങളെപ്പോലെ ഉള്ളൊരു ഞങ്ങൾക്കിത് അടയ്ക്കാൻ പറ്റില്ല. കാരണം അവർ നിർബന്ധമായിട്ട് കൊടുക്കണം. എന്നിട്ട് പറയണ മറ്റുള്ള കടക്കാരുടെ അടുത്തൊക്കെ പറയുന്നത് കടക്കാരും കൊടുക്കുന്നില്ല, അവർക്കും ഇല്ല പ്ലാസ്റ്റിക്, എങ്കിലും അവർ മാസം തോറും 200 രൂപ വെച്ച് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇവർ പറയുകയാണ്, ചേച്ചിമാർ പറയുകയാണ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്തു തരത്തില്ല, ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചെയ്തു തരത്തില്ല ഓഫീസുകാർ എന്നൊക്കെയാണ് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പോലെയാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, വേസ്റ്റ് എടുക്കാൻ വരുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ജോലി ചെയ്യുന്നു, അവർക്ക് കൊടുത്ത ജോലി അവർ ചെയ്യുന്നു. പക്ഷേ അവർ മുകളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചാണ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിർബന്ധമായിട്ട് പൈസ വേണം എന്ന് പറയുന്നത്. അത് എന്ത് ന്യായത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ കൊടുക്കേണ്ടത് സാർ? ഞങ്ങളെപ്പോലെ ഉള്ളവർ അന്നന്ന് കിട്ടി അന്നന്ന് കഴിയുന്നവരാണ്. കാരണം കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പാത്രം കഴുകി കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്, പിന്നെ കടകളിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ചിലപ്പോൾ കച്ചവടം കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും, ഒക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അപ്പുറത്തെ കടയിലൊക്കെ മുടിവെട്ട് കടയിലായിരുന്നാലും അവർ 200 രൂപ വെച്ച് കൊടുക്കുന്നു. ഈ പറഞ്ഞ പോലെ അവർക്കും കച്ചവടം വേണ്ടേ? എന്തിനാണ് ഈ ആൾക്കാരിൽ കൊണ്ട്? ഞങ്ങളൊക്കെ ഓരോ മാസം കണക്കൂട്ടലാണ് സാർ പോകുന്നത്, ഓരോ മാസം എല്ലാ കുടുംബത്തിലും കണക്കൂട്ടലാണ് പോകുന്നത്. പിള്ളേരുടെ ട്യൂഷൻ ഫീസ് നോക്കണം, അവർക്ക് എന്തെങ്കിലും അസുഖം വരുന്ന അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതിന് ക്യാഷ് വേണം. പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ, അത് നോക്കണം. പിന്നെ കറണ്ട് ബില്ല്, വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ വാടക നോക്കണം, കറണ്ട് ബില്ല്, അങ്ങനെ ഒത്തിരിയും ചിലവുണ്ട് ഒരു മാസം. ഒരു കണക്കൂട്ടലാണ് ഓരോ കുടുംബങ്ങളും പോകുന്നത് സാറേ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ കുറേ ചിലവും കൂടെ കൊണ്ടുവച്ചാൽ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല.
ഇപ്പോൾ ഉള്ള പണക്കാർ ഉള്ളവരാണെങ്കിൽ കൊടുക്കും, ആയിക്കോട്ടെ, അവരെ ഉള്ളൊരു എങ്കിലും ഈ നിയമം ഇങ്ങനെ ഇതാക്കാൻ പാടില്ല. മനുഷ്യരല്ല കൊടുക്കേണ്ടത്. ഗവൺമെൻറ് അവർക്ക് വേസ്റ്റ് എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കേണ്ടതാണ്. കോർപ്പറേഷൻകാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റുകാരാണ്. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു നിയമമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ് സാറേ. ഇതെടുത്ത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. ഇപ്പം വന്നാൽ നിങ്ങളിതെടുത്ത് മാറ്റണം. ഞങ്ങളെപ്പോലെയുള്ള ഇതുപോലെ ഇതിന് മുന്നേ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പരിഗണനയിൽ കണ്ടില്ല ഇതുവരേക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീടിനടുത്തുള്ളവരും എൻ്റെ അടുത്ത് വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഡയറക്റ്റ് കൊണ്ട് സാറിന് കംപ്ലയിൻറ്റ് ചെയ്യും, മുഖ്യമന്ത്രിക്ക് കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ പറയണത് ഞങ്ങൾക്ക് അതിനുള്ള സംസാരിക്കേണ്ട കഴിവില്ല, അതിനുള്ള തൻ്റെ ഇടമില്ല, ഇയാൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക. അപ്പം എനിക്കും പറയാനുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വരണ്ടേ സാറ് ഇത് തൻ്റെ ഇടമായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മളിത് സംസാരിച്ചില്ലെങ്കിൽ വീണ്ടും ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല സാറ്. ഇതിപ്പോൾ നിർബന്ധമായിട്ട് എന്തോ വലിയ മാർക്കറ്റ് ചന്തകളിലൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെയൊക്കെ വലിയ വലിയ ചന്തകളിലൊക്കെ ഇതുപോലെ ഗുണ്ടകളൊക്കെ പോയിട്ട് പറയുമല്ലോ, ഞങ്ങൾക്ക് മാസപ്പിരിവ് തരണം, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ കച്ചവടം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയാണ് ഇവർ വന്ന് നമ്മളോട് പറയുന്നത്. അത് തന്നേ പറ്റത്തുള്ളെന്നാ നിർബന്ധം പിടിക്കുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയ ഞങ്ങളെപ്പോലെ ഉള്ളവർ എന്ത് ചെയ്യും സാർ? അപ്പോൾ സാർ ഇതിനൊരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ സാർ. ഞങ്ങൾക്ക് വേസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല. ഇപ്പോൾ വീട്ടിലായാലും വേസ്റ്റ് എടുക്കുന്നതിന് ഈ എച്ചിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ എച്ചിൽ ബാക്കി വരുന്നതിനും 300 രൂപ ഒരു വീട്ടിൽ. പിന്നെ കവറിന് സെപ്പറേറ്റ് 100. അപ്പോൾ ഒരു വീട്ടിൽ 400 രൂപ വേണം, ഒരു മാസം 400 രൂപ വേണം വേസ്റ്റ് കൊണ്ടുപോകുന്നതിന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കടകളിൽ 200. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഞങ്ങളെപ്പോലെയുള്ളൊരു വലയും സാർ. അതുകൊണ്ട് ഈ നിയമം മാറ്റിയേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ അവർ വന്ന് കൊണ്ടുവച്ചതാണ് പിണറായി സർക്കാർ, അവർ വെച്ച നിയമമാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇത് ഒരുപാട് പേരുടെ എല്ലാ ജില്ലകളിലും ഇതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്, ചർച്ചകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു നടപടി വേണം സാർ. ഞങ്ങളെപ്പോലെ ഉള്ളവർ ഞങ്ങൾ പറഞ്ഞാലല്ലേ, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞാലല്ലേ സാർ നിങ്ങളൊക്കെ അറിയത്തുള്ളൂ ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പോൾ അതനുസരിച്ച് വേണം, ഞങ്ങൾക്ക് വേണ്ടി വേണം സാർ നിൽക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി വേണം നല്ലത് ചെയ്യുക. തമിഴ്നാട്ടിൽ തന്നെ കണ്ടില്ലേ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലും ഈ വിദേശത്തായാലും അവരൊക്കെ ചെയ്യുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. മനുഷ്യർക്ക് എങ്ങനെ നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ സൗകര്യങ്ങൾ അവർക്ക് ആക്കി കൊടുക്കാൻ പറ്റും, അതൊക്കെയാണ് ഗവൺമെൻറ് ഇന്ന് പല രാജ്യങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മനുഷ്യരെ ചൂഷണം ചെയ്ത് അവർ ജോലി കൊണ്ടുവരുന്ന ആ ക്യാഷിൽ നിന്ന് പിടിച്ച് പറിക്കാനല്ല ഗവൺമെൻറ് ഇരിക്കേണ്ടത് സാർ. അപ്പോൾ സാറിനെ അല്ല, സാറിപ്പോൾ കയറിയതെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ സാറിനോട് ഞങ്ങൾ പറയണം, സാറിൻ്റെ മനസ്സ് നല്ലൊരു മനസ്സും നല്ലൊരു ഇതുമാണ് ചെയ്യുന്നത്, പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തൻ്റെ ഇടത്തോടെ സംസാരിക്കുന്നത്. ഞാൻ മറ്റുള്ളവർക്കും വേണ്ടി എനിക്കും വേണ്ടിയും കൂടിയാണ് സംസാരിക്കുന്നത് സാർ. അതുകൊണ്ട് ഇത് പരിഗണനയിൽ എടുക്കുക. ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഓഫീസുകൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ ഗവൺമെൻറ് ഓഫീസുകൾ വെച്ചിരിക്കുന്നത്. കോർപ്പറേഷനായാലും താലൂക്കായാലും മറ്റേ വില്ലേജ് ആയാലും ഏതായാലും ഞങ്ങളവിടെ പോയാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരണം, എല്ലാ മനുഷ്യർക്കും ചെയ്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഓഫീസർമാർക്കൊക്കെ. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ ഒരു നല്ലൊരു നടപടി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ സാർ. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇത് പറയാനായിട്ടാണ് സാറിൻ്റെ മുന്നിലേക്ക് വന്നത്. പിന്നെ വേറൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഗവൺമെൻറ് ആശുപത്രികളുണ്ടല്ലോ, അതിലൊക്കെ ഞാൻ ഇന്നാളൊരിക്കൽ ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഞാൻ ബൈ ചാൻസിന് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എതിർച്ചയാണ് ഞാൻ ഒരു ആവശ്യത്തിന് പോയപ്പോഴത്തേക്ക് ഒരു ആൻറ്റി ഒരു ഡോക്ടർ എഴുതി കൊടുത്ത റെസിപ്റ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പൈസ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു അത് മരുന്ന് മേടിക്കാനാണ്, ഡോക്ടർ മരുന്ന് എഴുതി തന്ന് പുറത്തുനിന്ന് മേടിക്കണമെന്നാണ് പറയുന്നത്. അതും വില കൂടിയ മരുന്നാണ്. അവരുടെ കയ്യിൽ 5 പൈസ എടുക്കാൻ പോലും ഇല്ല സാർ. പാവങ്ങളാണ്, പാവപ്പെട്ടവരാണ്. അതിനല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർ ഓടി വരുന്നത്, കുഞ്ഞുങ്ങളെയും കൊണ്ട് വലിയ വലിയ അസുഖത്തിനൊക്കെ അവർ ഓടി വരുന്നത്. അതിനാണല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കെട്ടിയിട്ടിരിക്കുന്നത്. വെറും ഹോസ്പിറ്റൽ ഒരു ബിൽഡിങ് കെട്ടിയാൽ പോരെ സാർ, അതിനകത്ത് മരുന്ന് വേണം, ആൾക്കാർക്ക് മരുന്ന് കൊടുക്കണം. ഇത് ഡോക്ടർ പരിശോധിക്കുന്നെങ്കിൽ ഉടനെ എഴുതി അങ്ങ് കൊടുക്കും. അപ്പം തുച്ഛമായ വില കുറഞ്ഞ ഗുളികകൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും. അത് വലിയ വിലയില്ല, അതുകൊണ്ട് ഒരു ഇച്ചിരി ഗുളിക അങ്ങ് കൊടുക്കും. ബാക്കി വില കൂടിയ ഗുളികകൾ ഒരു ബ്ലഡ് ആവട്ടെ എന്താവട്ടെ എല്ലാം പുറത്താണ് അവരൊക്കെ എഴുതി കൊടുക്കുന്നത്, പുറത്തുനിന്ന് മേടിക്കാൻ പറയും. അപ്പോൾ ഈ ഇല്ലാത്ത പാവങ്ങൾ എന്ത് ചെയ്യും സാർ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ മരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അത് ആരും അറിയാതെ മെഡിക്കൽ ഷോപ്പുകളിൽ കൊണ്ട് കൊടുത്ത് അത് വിറ്റ് കയ്യിൽ ക്യാഷ് ആക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ. ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്തിനാണ് സാർ ഞങ്ങൾ വരുന്നത്, ഓടി വരുന്നത്?
അപ്പം ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾക്ക് മുഴുവനും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോരെ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ മൊത്തം അവിടെ കിട്ടണം. പുറത്തൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അനുവദിക്കരുത് ഒരു മനുഷ്യനെ കൊണ്ട്. അപ്പോൾ ഇത് മൊത്തം ഇല്ലാത്ത മനുഷ്യർ എങ്ങനെ ജീവിക്കും? പല അസുഖങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ പോലെ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഇവിടെ ഇതില്ലാഞ്ഞിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ പോകുന്നത്. അവിടെ പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ വീടോ സ്ഥലമോ അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും അതൊക്കെ കൊണ്ടുവരുന്നത്, അസുഖം മാറ്റി വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആശുപത്രി ശരിയല്ലാഞ്ഞിട്ടല്ലേ ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കടക്കാരാകുന്നത് സാർ. അപ്പോൾ അതൊക്കെ നിർത്തലാക്കണം സാർ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലത് ചെയ്യാൻ പറ്റും, അത് സാർ അറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യുക. ജനങ്ങളിലേക്ക് ഇറങ്ങി അന്വേഷിച്ചിറങ്ങി ചെയ്യുക. അതാണ് വേണ്ടത് സാർ. അതുകൊണ്ട് ഞാൻ സാറിനോട് പറയാം, ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുക്കണം. ഞങ്ങൾക്ക് അത് ഞാൻ തീർത്ത് പറയണം സാർ, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല വേസ്റ്റ്. ഇത് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. അതിനും കൂടെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെ ഉള്ളത് ബോക്സുകൾ, വേസ്റ്റ് ബോക്സുകൾ കൊണ്ട് സജ്ജീകരണങ്ങൾ ഇനി ഇവിടെ വയ്ക്കുക, അതുപോലെ വയ്ക്കുക. തമിഴ്നാട്ടിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇവിടെയും കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് കോർപ്പറേഷൻകാർക്ക് അവർ വന്ന് വേസ്റ്റ് അവരുടെ ശമ്പളം ഗവൺമെൻറ് തന്നെ കൊടുക്കണം. അല്ലാതെ ഞങ്ങളെപ്പോലെ ഉള്ളവരെല്ലാം കൊടുക്കേണ്ട സാർ. ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കടം മേടിച്ച് അല്ലെങ്കിൽ പലിശയ്ക്ക് വാങ്ങിച്ചാണ് ബാക്കി കാര്യങ്ങൾ ഒരു മാസം ഞങ്ങൾ കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, ചേച്ചി ഞങ്ങൾക്ക് ഫീസ് നോക്കണം, കൊച്ചുങ്ങളുടെ ട്യൂഷൻ ഫീസ് അത് ഇത്, അതിനിടയ്ക്ക് ഇങ്ങനത്തെ ചിലവുകൾ വരുവാണ് ചേച്ചി, ഞങ്ങളത് ആരുടെ പോയി പറയും? ഞാൻ പറഞ്ഞത് കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനുള്ള ഇതില്ലാഞ്ഞിട്ടാണ് സാർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാർ. എല്ലാം അറിഞ്ഞ് കണ്ടറിഞ്ഞ് സാറ് ചെയ്യുക. ചാർജ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിഗണനയിലെടുക്കുക. ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് സാറിൻ്റെ മുന്നിലേക്ക് ഇത് എത്തിക്കുക പ്ലീസ്. ഞങ്ങൾ പറയാം, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറയുവാണ്. ഇത് ഒരു ഗുണ്ടായിസം പോലെയാണ് അവർ വന്ന് ഞങ്ങളെ നിർബന്ധമായിട്ട് പിടിക്കുന്നത്. ഒരു മുടിവെട്ട് കടയിലായിരുന്നാലും അവർക്കൊരു മുടി വെട്ടാൻ ഒരാളെ കിട്ടിയാലല്ലേ അവർക്ക് 100 രൂപ കിട്ടത്തുള്ളൂ. അതൊന്ന് പോലും പിഴിഞ്ഞ് വാങ്ങിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യരത്? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് ഞങ്ങളെ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയാണ് അവർ ഞങ്ങളിൽ നിന്ന് ഓരോന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാണ് ഇവർക്ക് ഇത്രയും ഇത് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാനായിട്ട്? മനുഷ്യരുടെ അടുത്ത് പറഞ്ഞിങ്ങനെ നിങ്ങൾ പോയി നിർബന്ധമായിട്ട് തന്നേ പറ്റത്തുള്ളൂ, ഇതാക്കിയേ പറ്റും. അവരങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ജോലി ചെയ്യുന്നത് അത് ശരിയാണ്. ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ് ചേച്ചി, നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ മുകളിലിരിക്കുന്നവരാണ് ഇവരെ പറഞ്ഞിങ്ങ് വിടുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചേ പറ്റുള്ളൂ, കൊണ്ടുവന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്ത് കൊടുക്കില്ല, ഇത് ചെയ്ത് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയണം, അപ്പോൾ അവർ തന്നോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ക്ലാസ് എടുപ്പിച്ച് ഇവരെ വിട്ടിരിക്കുവാണ്. മനസ്സിലായി? എനിക്ക് ആരുടെ മുന്നിലും പറയാൻ എനിക്കൊരു പേടിയില്ല സാർ. കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഞങ്ങളുടെ അവസ്ഥകൾ ഞങ്ങൾ സാറിൻ്റെ മുന്നിൽ പറഞ്ഞാലേ സാറിന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്കതിന് ഇരയാകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരണ്ടേ സാർ ഇതൊക്കെ സംസാരിക്കാനായിട്ട്? അതുകൊണ്ട് എനിക്ക് ആരുടെ മുന്നിലും സംസാരിക്കാൻ എനിക്കൊരിതില്ല. എനിക്ക് ദൈവത്തെ മാത്രം ഭയന്നാൽ മതി ഈ ഭൂമിയിൽ സാർ. അപ്പോൾ അതുകൊണ്ട് സാർ നല്ലൊരു മന്ത്രി സാറാണെന്ന്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്ന് ഞാൻ അറിയാം. സാറിൻ്റെ മുഖം കാണുമ്പോഴും അറിയാം, ദൈവഭക്തിയുള്ള ആളാണെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക സാർ. മനുഷ്യർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക. ജീവിതകാലം മുഴുവൻ അങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങളുടെ മനസ്സിൽ സാറിന് എന്നും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. സാറ് തന്നെയായിരിക്കും എന്നും ഭരിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്ക് നല്ലത് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് നല്ലത് ചെയ്ത് കൊടുക്കുക. അല്ലാതെ മനുഷ്യനെ ചൂഷണം ചെയ്ത് അവരെ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കുകയല്ല ഇനി വരുന്ന ഈ ഭരിക്കുന്ന ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് സാർ ഇത് ചെയ്യുമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് പരിഗണനയിലെടുക്കണം. ഈ നിയമം മാറ്റണം സാർ. ഈ വേസ്റ്റിൻ്റെ ഇത് നിയമം മാറ്റണം. ഞങ്ങളെ വെറുതെ വിടണം ജനങ്ങളെ എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ വിജയ് സാറിൻ്റെ കാര്യം. കാരണം ഒരു ബസ്സിൽ പോകുന്ന രംഗമാണ് കണ്ടോ. ആ ബസ്സിലിരുന്ന് സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുവാണ്. വിജയ് സാർ പറഞ്ഞതുപോലെ എനിക്ക് ജനങ്ങളുടെ പൈസ വേണ്ട. ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്, പ്രവർത്തിച്ചും കാണിക്കുന്നുണ്ട്. കണ്ടോ, ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും ഇതുപോലെ ആരാണിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, ബസ്സിൽ യാത്ര ചെയ്ത് പോകുന്നത്?
എന്ത് എളിമയാണ്. അതുമാത്രമല്ല, ആ സാറിനെക്കുറിച്ച് 2 വാക്കെങ്കിലും എനിക്ക് പറയണം. പറയാതെ പോകുന്നത് ശരിയല്ല. നല്ലത് ചെയ്യുമ്പോഴും നമ്മൾ അവരെ നല്ലതെന്ന് പറയുക. ഞാൻ അനീതി കണ്ടു കഴിഞ്ഞാൽ അനീതിക്ക് ഞാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ വിജയ് സാറ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളത്തേക്കും വെച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എളിമയുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് കാണുന്ന, ഒരു മന്ത്രി CM ആയിട്ട് കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എളിമയുള്ള ഒരു മനുഷ്യനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെല്ലുവാണ്. അതാണ് വേണ്ടത് ജനങ്ങൾക്ക്. അതായത് ഒരു ഗർഭിണിയാവട്ടെ, ആ ഗർഭിണീൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുക. അതുപോലെ പ്രായം ചെന്നവരുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുക, അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കേണ്ട ക്ഷമ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വേണ്ടത് സാറ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാറ് ചെയ്യുന്നത് വിജയ് സാറ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുവാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. വിജയ് സാറിന് ഒരു ഷേക്കൻഡ് തരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് കുളിരുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്ന സാർ. ഇതുപോലെ ഒരു നല്ലൊരു മനസ്സ് ഇനി മറ്റുള്ളവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുക, ജനങ്ങളുമായിട്ട് അവരുടെ പരാതികൾ കേട്ട് അവർക്ക് പറയുന്ന വാക്ക് പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുകയും വേണം. ഇപ്പോൾ വിജയ് സാറ് കണ്ടില്ലേ, പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് വേണ്ടത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി വിജയ് സാറിനെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ വിജയ് സാറിന് താങ്ക്സ് പറയുകയാണ്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ദൈവം ആയുസ്സും ആരോഗ്യവും വിജയ് സാറിനും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്നും ഇങ്ങനെ തന്നെ പോകണം, മനുഷ്യർക്ക് നല്ലത് ചെയ്യുക. അതുപോലെ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി സാറിനോട് ഞാൻ പറയുകയാണ്, സാറിനും ആരോഗ്യം ആയുസ്സും തരട്ടെ. സാറിനെ ഇതുപോലെ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. അതുപോലെ ആവണം സാറും. എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സാർ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഇത് സാറിൻ്റെ മുന്നിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുക എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ നിർത്തുകയാണ്. ഓക്കെ.